നമസ്കാരം. മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ആ ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിനുള്ള ഒരു പരിഹാരവുമാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുതരുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കിത് എടുക്കാം, അതല്ലെങ്കിൽ വിട്ടുകളയാം. റെസനേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാം. എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടും കരുണയോടും സഹാനുഭൂതിയോടും നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലതേ വരൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ റീഡിംഗ് തുടങ്ങുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, മൂന്നാമത് വന്നിരിക്കുന്നത് ഇത് എംബറസ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആണെന്ന് നൽകിയിരിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ക്ഷമയോടെ നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഉയരത്തിലെത്തുമെന്ന് തന്നെയാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു ധനവാനായ ഒരാൾ ഒരു ത്രാസിൽ തൻ്റെ ധനം തുല്യതയോടെ വീതിച്ച് നൽകുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. അതാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ അവരോട് വളരെ ദയയോടും ക്ഷമയോടും, വളരെ ക്ഷമയോടും അവർ നിങ്ങളോട് പ്രതികരിച്ചോട്ടെ, എങ്ങനെ പെരുമാറിക്കോട്ടെ. ഇപ്പം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന് താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ആര് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ശിക്ഷ അവർക്കാണ്. അതിന് നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ പോവരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. വളരെ ക്ഷമയോടെ അവർ നിങ്ങളോട് എത്ര രൂക്ഷമായിട്ട് പെരുമാറിക്കൊള്ളട്ടെ, അത്രയും ക്ഷമയോടെ നിങ്ങൾ നിൽക്കുന്നുവോ, ഒരു അമ്മയെപ്പോലെ, ഒരു ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് ഒരു അമ്മയെപ്പോലെ വളരെ സഹാനുഭൂതിയോടെ നിങ്ങൾ നിൽക്കുന്നുവോ. ഇത് എംബറസ് കാർഡ് പറയുന്നത് നിങ്ങൾ ഉയരങ്ങളിലെത്തുമെന്നാണ് പറയുന്നത്. ഒരു രാജകുമാരിയെ പോലെ നിങ്ങൾ ഉയരങ്ങളിലെത്തുമെന്ന് തന്നെയാണ് അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഞാൻ പറയുന്നത് കാട്ടിൽ കിടക്കുന്ന നമ്മളൊരു വന്യമൃഗമായ ഒരു ആനയെ നമ്മൾ സ്നേഹം കൊടുത്ത് മെരുക്കി തിരിച്ചു കൊണ്ടുവരത്തില്ലേ, അതുപോലെയാണ് നമ്മളിവിടെ കാണിക്കേണ്ട ആ ഒരു ക്ഷമയാണ്. ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറം വിഷമങ്ങളായിരിക്കാം ചിലപ്പോൾ നൽകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുരുങ്ങുകയായിരിക്കാം. അപ്പോൾ നമ്മൾക്ക് മാത്രമല്ലേ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്നേഹം നമ്മൾക്ക് മാത്രമല്ലേ കാണിക്കാൻ പറ്റുകയുള്ളൂ. അവരെന്തോ കാണിച്ചോട്ടെ, അവർ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവർക്ക് ചിലപ്പോൾ യൂണിവേഴ്സ് കൊടുക്കുമായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് നൽകുന്ന ഗൈഡൻസ് ദ എംബറസ് കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഉയരങ്ങളിലെത്തും. ആ ഒരു ക്ഷമയും സഹാനുഭൂതിയും നമ്മൾ എത്രത്തോളം കാണിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് നല്ലൊരു ഗൈഡൻസ് ആണ്. അതിലൂടെ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു ഗൈഡൻസിലൂടെ കുറച്ച് നാൾ നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം സക്സസ് ആവും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധനവും എല്ലാം നിങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. എവിടെയാണോ കലഹങ്ങൾ ഇല്ലാതിരിക്കുന്നത് അവിടെ മഹാലക്ഷ്മി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്മി കടാക്ഷവും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും.